വിദേശങ്ങളിൽ താമസമാക്കിയ ഭാരതീയരാണ് സനാതനധർമ്മത്തെ കൂടുതൽ മനസ്സിലാക്കിയതെന്ന് മുൻ അംബാസിഡർ ടി.പി. ശ്രീനിവാസൻ. സനാതനധർമ്മം എന്നത് കാലാതീതമാണെന്നും ഏത് തരത്തിലുമുള്ള വിശ്വാസധാർക്കും ഹിന്ദുമതത്തിൽ സ്ഥാനമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരത്ത് നടക്കുന്ന അനന്തപുരി ഹിന്ദു സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 6 ദിവസം നീണ്ടു നിൽക്കുന്ന സമ്മേളനം ഇന്ന് വൈകിട്ടോടെ സമാപിക്കും. എല്ലാ ആരാധന സമ്പ്രദായങ്ങളെയും ഉൾക്കൊള്ളുന്ന സംസ്കാരമാണ് ഭാരതത്തിൻ്റേത്. ലോകമെമ്പാടുമുള്ള ആത്മീയാന്വേഷികൾ ഭാരതത്തിലേക്കാണ് എത്തിച്ചേരുന്നതെന്നും മുൻ അംബാസഡർ ടി.പി. ശ്രീനിവാസൻ പറഞ്ഞു. തിരുവനന്തപുരം പുത്തരിക്കണ്ട മൈതാനത്ത് നടക്കുന്ന അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തിന്റെ 5ാം ദിന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഹൈന്ദവ സംസ്കൃതിയിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ് ഫിജിക്കാരെന്നും രാമായണത്തിലൂടെയാണ് അവർ സംസ്കാരത്തെ നിലനിർത്തുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കാര്യങ്ങൾ മനസ്സിലാക്കാനും അതിൻ്റെ സാർവലൗകികതയെപ്പറ്റി അഭിമാനിക്കാനും കഴിയുന്നുള്ള ഒരു സന്ദേശം ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് കൂടുതലും ഞാൻ പറഞ്ഞത് അതിനെ പരിപാലിക്കുന്ന വിദേശീയരായ ഇന്ത്യക്കാർ കാണപ്പെടാണ്. സമ്മേളനത്തിന്റെ ഭാഗമായി വസുദൈവ കുടുംബകം എന്ന പേരിൽ സെമിനാർ സംഘടിപ്പിച്ചു. രാജവൈദ്യൻ മോഹൻലാൽ, നിംസ് ഹോസ്പിറ്റൽ MD MS ഫൈസൽ ഖാൻ, വിദ്യാസാഗർ ഗുരുമൂർത്തി എന്നിവർ സെമിനാറിൽ സംസാരിച്ചു. വസുദൈവ കുടുംബകം എന്നുള്ളത് ഒരു വൈദികമായ ആശയമാണ്. നമുക്ക് വേദ കാലഘട്ടത്തിൽ നിന്ന് മഹാഭാരതത്തിൻ്റെ കാലഘട്ടത്തിലേക്ക് വന്നപ്പോൾ നമ്മുടെ സമൂഹം വലിയ തോതിൽ നിന്റേതെന്ന് മാറിയിട്ടുണ്ട്. ആ ഒരു കാര്യം തിരിച്ചറിയാതെയാണ് ആളുകൾ പലപ്പോഴും ഹിന്ദുക്കളുടെ തന്നെ പറയും മഹാഭാരതം വായിക്കരുതെന്നൊക്കെ പറയുന്ന ചില ആളുകൾ കാര്യം മനസ്സിലാക്കാതെ സംസാരിക്കുന്നു. അതായത് ഓരോ കാലഘട്ടത്തിലും അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ നമ്മുടെ ചിന്തയിലും ദർശനങ്ങളിലും വലിയ സ്വാഭാവികമാണ്. അങ്ങനെ നോക്കുമ്പോൾ വൈദിക കാലഘട്ടത്തിൽ ക്ലേശം ഏതും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ ഉണ്ടായി വന്നിട്ടുള്ള പരമശാന്തിയുടെ വാടികളിൽ നിന്നുകൊണ്ട് ചിന്തിച്ചു വന്നിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ തപസ്സിന്റെ ഫലമായി വന്നിട്ടുള്ള വൈദികമായ അറിവുകളിലെല്ലാം ഇതുപോലെ ഒരുമയുടെ സന്ദേശമാണ്. വസുധൈവ കുടുംബം എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ശ്ലോകം തന്നെ ഗീത എസ് നായരുടെ അധ്യക്ഷതയിൽ നടന്ന പൊതുസമ്മേളനത്തിൽ പുറനാട്ടുകര ശ്രീരാമകൃഷ്ണാശ്രമം സ്വാമി പൂജനീയ നന്ദാത്മാനന്ദജി, ഡോക്ടർ ഇന്ദുലേഖ, ആചാര്യ മനോജ്, MS ഫൈസൽ ഖാൻ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. 6 ദിവസം നീണ്ടു നിൽക്കുന്ന ഹിന്ദു മഹാസമ്മേളനത്തിന് ഇന്ന് വൈകുന്നേരത്തോടെ സമാപനമാകും. ജനം, തിരുവനന്തപുരം.